ഹായ്, 10ാം ക്ലാസ് കെമിസ്ട്രിയുടെ 4ാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, ലോഹ നിർമ്മാണത്തിൻ്റെ ഭാഗം 3 വീഡിയോ 3 നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ വീഡിയോകളിൽ ഒരു ലോഹം, ഒരു മെറ്റൽ, അതിൻ്റെ ഓറിൽ നിന്നും എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്, ഏതൊക്കെയാണ് അതിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ, അല്ലെങ്കിൽ എന്താണ് മെറ്റലർജി എന്നും മെറ്റലർജിയുടെ വിവിധ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു. ആദ്യത്തെ സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ അഥവാ സാന്ദ്രണം, 2ാമത്തെ സ്റ്റെപ്പ് എക്സ്ട്രാക്ഷൻ, 3ാമത്തെ സ്റ്റെപ്പ് റിഫൈനിങ് അഥവാ ശുദ്ധീകരണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയേൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം. ഈ ഭാഗം കേൾക്കുന്നതിൻ്റെ മുമ്പ് കൃത്യമായി ഈ ചാപ്റ്ററിൻ്റെ 1ഉം 2ഉം ഭാഗങ്ങൾ കേട്ടതിന് ശേഷം മാത്രം, പലതവണ കേട്ടതിന് ശേഷം മാത്രം ഈ ഭാഗം കാണുക. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയേൺ, ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയേൺ നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ കിട്ടും. എന്താണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്താണ് വ്യാവസായിക നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് ഇരുമ്പ് വേണം, നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എന്ത് വേണം, ഒരുപാട് ഇരുമ്പ് വേണം അല്ലേ. ആ ഇരുമ്പിൻ്റെ നിർമ്മാണം, വ്യാവസായിക നിർമ്മാണം, ഇത് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം, വ്യാവസായിക നിർമ്മാണം, ഓക്കെ, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വ്യാവസായിക നിർമ്മാണം എന്ത് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇരുമ്പിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം മിനറൽസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഹേമറ്റൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്, അയൺ പൈറൈറ്റീസ് ഉണ്ട് അല്ലേ. ഇങ്ങനെ ഇതെല്ലാം ഇരുമ്പിൻ്റെ എന്താണ്, മിനറലാണ്. ഇതിൽ നിന്ന് ഓർ ഏതാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് ഈ അയൺ പൈറൈറ്റീസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ, അയൺ പൈറൈറ്റീസിന് ഒരു ചെറിയ ഗോൾഡ് കളറുണ്ട്. അയൺ പൈറൈറ്റീസിന് ഈ ചെറിയ ഗോൾഡ് കളർ ഉള്ളത് കൊണ്ട് തന്നെ അതിന് നമ്മൾ പറയാറുണ്ട്, വിളിക്കപ്പെടാറുണ്ട് ഫൂൾസ് ഗോൾഡ്, വിഡ്ഢികളുടെ സ്വർണം എന്ന്. കാരണം അത് യഥാർത്ഥത്തിൽ സ്വർണ്ണമല്ല, പക്ഷെ അതിന് എന്തിൻ്റെ ഒരു കളറുണ്ട്, സ്വർണത്തിൻ്റെ ഒരു ചെറിയ ഛായ ഉള്ളത് കൊണ്ട്, കളറുള്ളത് കൊണ്ട് നമ്മൾ അതിന് എന്ത് പറയാറുണ്ട്, ഇറ്റ് ഇസ് നോൺ ആസ് ഫൂൾസ് ഗോൾഡ്. അതിന് നമ്മൾ എന്തെന്ന് പറയാറുണ്ട്, വിഡ്ഢികളുടെ സ്വർണം എന്നുള്ള പേരിൽ നമ്മൾ പറയാറുണ്ട്. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എടുക്കാറുള്ള ഓർ എന്ന് പറയുന്നത് നമ്മുടെ ഹേമറ്റൈറ്റ് ആണ്. ഹേമറ്റൈറ്റ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, ഇതിൻ്റെ ഓറായിട്ട് എടുക്കുന്നു. ഈ ഹേമറ്റൈറ്റിൽ നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യണം, സാന്ദ്രണം ചെയ്യണം. സാന്ദ്രണം ചെയ്യാൻ വ്യത്യസ്തമായ വഴികളുണ്ട്. അതിൽ ഒരു വഴിയാണ് ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഹേമറ്റൈറ്റിൻ്റെ കൂടെയുള്ള ലോ ഡെൻസിറ്റി ഇമ്പ്യൂരിറ്റീസിനെ, അതായത് സാന്ദ്രത കുറഞ്ഞിട്ടുള്ള മാലിന്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാഷ്ഡ് ഓഫ് ചെയ്യാൻ പറ്റും. വാഷ്ഡ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജലപ്രവാഹത്തിൽ നമുക്ക് കഴുകിയെടുത്തിട്ട് അതിലുള്ള ഹെവി ലൈറ്ററായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കിയെടുക്കാൻ പറ്റും. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദീകരിച്ച് പഠിച്ചതാണ് എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് അല്ലേ. ഇവിടെ അയേണിനെ സംബന്ധിച്ചിടത്തോളം, ഹേമറ്റൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, ഡെൻസറാണ്. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇത് ഇവിടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് സപ്പറേഷനും നമുക്ക് ഉപയോഗിക്കാം. ഹേമറ്റൈറ്റിൻ്റെ മാഗ്നറ്റിക് സപ്പറേഷൻ, അതും നിങ്ങൾ ആ ഭാഗത്ത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സാന്ദ്രണം ചെയ്ത് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു, കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പേര് പറയാം, സാന്ദ്രണം ചെയ്തു അല്ലെ. സാന്ദ്രണം ചെയ്തു, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, സ്റ്റെപ്പ് 1.
ഇങ്ങനെ സാന്ദ്രണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് എക്സ്ട്രാക്ഷന് 2 രീതികളുണ്ട്. എന്താണ് നമ്മൾ പറഞ്ഞത്? കാൽസിനേഷനും റോസ്റ്റിങ്ങുമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ റോസ്റ്റിംഗ് ചെയ്യുന്നു. എന്താ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ റോസ്റ്റിങ്ങിന്റെ സമയത്ത് നമ്മൾ ഈ ഹെമറ്റൈറ്റിന്റെ ഓറിനെ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൾഫർ, ആഴ്സനിക്, ഫോസ്ഫറസ് ഇങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ അതിന്റെ ഓക്സൈഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം റോസ്റ്റിംഗ് നടത്തുമ്പോൾ സൾഫറിനെ പോലെ, ആഴ്സനിക്കിനെ പോലെ, ഫോസ്ഫറസിനെ പോലെയുള്ള ഇമ്പ്യൂരിറ്റീസ്, മാലിന്യങ്ങളെ നമുക്ക് എന്തായിട്ട് കളയാൻ പറ്റും? അതിൻ്റെ ഓക്സൈഡായിട്ട് നമുക്ക് കളയാൻ പറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമുക്ക് ഇതിൻ്റെ കൂടെ എന്തും കൂടി ജലത്തിൻ്റെ കണ്ടന്റ് ഉണ്ടല്ലോ, വാട്ടർ കണ്ടന്റ്. ആ വാട്ടർ കണ്ടന്റും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഇതിനെ നമ്മൾ ഒഴിവാക്കി, പിന്നെ നമ്മൾ എന്തിനും കൂടി ഒഴിവാക്കി? വാട്ടർ കണ്ടന്റും കൂടി നമ്മൾ ഒഴിവാക്കി. എങ്ങനെ? ഗ്യാഷ്യസ് ആയിട്ട് ഈ വാട്ടർ കണ്ടന്റ് എന്തായിട്ട് പോകും? ഗ്യാഷ്യസ് ഫോമിലോട്ട് മാറിയിട്ട് ഇവിടുന്ന് നമുക്ക് റോസ്റ്റ് ചെയ്യും. ചൂടാക്കുമ്പോൾ വെള്ളം നീരാവിയായിട്ട് മാറൂലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ചൂടാക്കുമ്പോൾ വാട്ടർ കണ്ടന്റ്, വാട്ടർ വേപ്പർ എന്ത് ചെയ്തു? എസ്കേപ്പ് ചെയ്ത് പോയി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തു. സാന്ദ്രണം ചെയ്തപ്പോ സൾഫറിനെ പോലെ, ആഴ്സനിക്കിനെ പോലെ, ഫോസ്ഫറസിനെ പോലെയുള്ള ഇമ്പ്യൂരിറ്റീസ് അതിന്റെ ഓക്സൈഡ് രൂപത്തിൽ റിമൂവ് ചെയ്തു. പ്ലസ് എന്തുകൂടി റിമൂവ് ചെയ്തു? വാട്ടർ കണ്ടന്റും നമ്മൾ ഒഴിവാക്കി. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചില ഇമ്പ്യൂരിറ്റീസിനെ കോൺസെൻട്രേഷന്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? സാന്ദ്രണത്തിന്റെ സമയത്ത് ചില ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അങ്ങനെ ഹെമറ്റൈറ്റിന്റെ കൂടെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഇമ്പ്യൂരിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? SiO2, സിലിക്ക എന്ന് പറയുന്നത്. സിലിക്കൺ ഡയോക്സൈഡ്, സിലിക്ക. ഈ സിലിക്ക, ഇതിനൊക്കെ മലയാളം സിലിക്ക എന്ന് തന്നെയാണ് കേട്ടോ. ഈ സിലിക്കയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? കോൺസെൻട്രേഷന്റെ സമയത്ത്, അതായത് സാന്ദ്രണത്തിന്റെ സമയത്ത് സിലിക്കയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒഴിവാക്കാൻ കഴിയില്ല. അങ്ങനെ കോൺസെൻട്രേഷൻ സമയത്ത്, സാന്ദ്രണത്തിന്റെ സമയത്ത് ഒഴിവാക്കാൻ കഴിയാത്ത ദോസ് ഇമ്പ്യൂരിറ്റീസ് ആർ നോൺ ആസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്യാങ് എന്ന് വിളിക്കും. അപ്പൊ എന്താ ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്യാങ്സ് ആർ ഇമ്പ്യൂരിറ്റീസ്. അതെന്താണ്? ഇമ്പ്യൂരിറ്റീസ് ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിച്ച് കനോട്ട് ബി റിമൂവ്ഡ് അറ്റ് ദ ടൈം ഓഫ് കോൺസെൻട്രേഷന്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ഈ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ കഴിയാത്ത ഒരാളാണ് ആരെന്ന് പറയുന്നത്? സിലിക്ക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മളെ അടുത്ത് 2 കാര്യമുള്ളൂ. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഹെമറ്റൈറ്റും അതിന്റെ കൂടെ റിമൂവ് ചെയ്യാൻ കഴിയാത്ത, കൂട്ടത്തെ എന്ത് ചെയ്തിട്ടും പോവാത്ത ഒരു ഇമ്പ്യൂരിറ്റി കൂടിയുണ്ട്, സിലിക്ക അല്ലെ. ഇനി ഇതിനെ എങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഡീറ്റെയിൽ സ്റ്റെപ്പിലോട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ആ ഹെമറ്റൈറ്റിനെ നമ്മൾ ഇരുമ്പാക്കി മാറ്റുന്നത് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന ഉപകരണം. അതായത് നമ്മളടുത്ത് ഇപ്പോൾ എന്തുണ്ട്? ഹെമറ്റൈറ്റ് ഉണ്ട്. ഈ ഹെമറ്റൈറ്റിന്റെ കൂടെ എന്ത് കൂടിയുണ്ട്? SiO2 കൂടിയുണ്ട്. ഈ ഹെമറ്റൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? can be converted to iron by using ബ്ലാസ്റ്റ് ഫർണസ്. ഉപയോഗിച്ചിട്ടാണ്? ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റ് ഫർണസിന് ആ ഒരു പേര് വരാനുള്ള കാരണം എന്ന് അറിയോ? ബ്ലാസ്റ്റ് ഫർണസിന്റെ അടിഭാഗത്ത് കൂടെ ഹോട്ട് എയർ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ അടിഭാഗത്ത് കൂടെ എന്ത് ചെയ്യുന്നു? വായുവിന്റെ നല്ല ശക്തമായ ബ്ലാസ്റ്റ് ഓഫ് എയറിന്റെ ബ്ലാസ്റ്റ്, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നല്ല ശക്തമായ ചൂടുള്ള വായു പ്രവാഹം അടിഭാഗത്ത് കൂടെ കടത്തിവിടുകയാണ്. നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഓക്കെ, ഈ ഒരു ഷേപ്പിലുള്ള ഒരു വലിയ ഒരു എന്താണ് ഹൈ ടെമ്പറേച്ചർ താങ്ങാൻ കഴിയുന്ന ഒരു ഉപകരണം അല്ലേ. ഇതിൻ്റെ അടിഭാഗത്ത് ഏകദേശം 2170 കെൽവിൻ ടെമ്പറേച്ചർ ഉണ്ടാവും. നോക്കുക, 2170 കെൽവിൻ. വെള്ളം തിളക്കാൻ നമുക്ക് എത്ര മതി? 373 കെൽവിൻ മതി അല്ലേ. 170 കെൽവിൻ അടിഭാഗത്ത് ചൂടുണ്ട്. അപ്പോൾ ആ ചൂടൊന്നും നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. മുകൾ ഭാഗത്ത് ഏകദേശം 1070ഓളം കെൽവിൻ ടെമ്പറേച്ചർ ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറും ഉണ്ടാവും. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് എന്ത് ചെയ്യുന്നു?
ഹോട്ട് എയർ ഇങ്ങനെ പാസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബ്ലാസ്റ്റ് ഫർണസ്, വായു പ്രവാഹം നല്ല ശക്തമായ ഹോട്ട് എയറിൻ്റെ പ്രവാഹമുണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് മുകളിലോട്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിതിനെ എന്ത് പേര് വിളിച്ചത്? ബ്ലാസ്റ്റ് ഫർണസ് എന്നുള്ള പേര് നമ്മൾ വിളിക്കാനുള്ള കാരണം. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്നറിയോ? ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തുള്ള ഈ ഒരു സംവിധാനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഹേമറ്റൈറ്റ്, ലൈം സ്റ്റോൺ, കോക്ക് എന്നിവ എന്ത് ചെയ്യുന്നു? ഇതിലോട്ട് ഫെഡ് ചെയ്യുന്നു. ആരൊക്കെയാണ്? ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഹേമറ്റൈറ്റ്, ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ണാമ്പ് കല്ല് അല്ലേ, കോക്ക്, കരി, ഇത്രയും സാധനങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. ആരൊക്കെ ഡ്രോപ്പ് ചെയ്തത്? ഹേമറ്റൈറ്റ്, ലൈം സ്റ്റോൺ, നമ്മുടെ ചുണ്ണാമ്പ് കല്ലും അതുപോലെ തന്നെ കോക്കും നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്തൊക്കെ റിയാക്ഷൻസ് ആണ് ഇവിടെ നടക്കുക? എന്തിനാണ് ഇവിടെ ഈ ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സാധനം? CaCO3, കാൽസ്യം കാർബണേറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ലൈം സ്റ്റോൺ എന്ന് പറയുന്നത്. എന്താ ഹേമറ്റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹേമറ്റൈറ്റ് നമുക്കറിയാം, നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഈ Fe2O3 ആണ് എന്തെന്ന് പറയുന്നത്? ഹേമറ്റൈറ്റ്. കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇവിടെ എന്തെല്ലാം റിയാക്ഷൻസ് ആണ് നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്നത് എന്നുള്ളത്. അതായത് ഇവിടെ എങ്ങനെയാണ് ഇതിൽ നിന്ന് Fe ആയിട്ട് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് കിട്ടുന്നത്? എങ്ങനെയാണ് SiO2 എന്ന് പറയുന്ന ഗ്യാങ്ങിനെ ഇവിടുന്ന് ഒഴിവാക്കുന്നത്? ആ റിയാക്ഷൻസിലോട്ട് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇട്ട് കൊടുക്കുന്ന കോക്കും ഇവിടുന്ന് ശക്തമായ ചൂടുള്ള ഓക്സിജനും തമ്മിൽ റിയാക്ഷൻ നടന്നിട്ട്, കാർബണും ഓക്സിജനും തമ്മിൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലേ? അതിൻ്റെ കൂടെ താപം കൂടി പുറത്തോട്ട് വരും, ഹീറ്റ് കൂടി പുറത്തോട്ട് വരും. ഓക്കെ, അങ്ങനെ കാർബണും ഓക്സിജനും കൂടി എന്തായിട്ട് മാറി? ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറി. ഇപ്പം ഇവിടെ കിട്ടിയ കാർബൺ ഡയോക്സൈഡും അതേപോലെ തന്നെ വീണ്ടും കാർബണും അതുപോലെ തന്നെ ഹീറ്റും കൂടി ചേർന്നിട്ട് ആരൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, കാർബണ്, ഹീറ്റ്, ഇതെല്ലാം കൂടി ചേർന്നിട്ട് ചൂടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും അതെന്തായിട്ട് മാറും? കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ, കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡ് നമ്മൾ എവിടെയോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എവിടെ പറഞ്ഞിട്ടുള്ളത്? റിഡക്ഷന്റെ സമയത്ത് നമ്മൾ പറഞ്ഞു എക്സ്ട്രാക്ഷനിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം ഓക്സീകരണം, പിന്നെ നിരോക്സീകരണം. ആദ്യം ഓക്സൈഡ് ആക്കുന്നു, പിന്നെ റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഓക്സൈഡ് ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്യുന്നതിന്റെ സമയത്ത് വി കൻ യൂസ് ഇലക്ട്രിസിറ്റി, കാർബൺ മോണോക്സൈഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ Fe2O3 നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരാളാണ് ആരെന്ന് പറയുന്നത്? കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ Fe2O3 ഇവിടെ ശ്രദ്ധിക്കുക, കാർബണും ഓക്സിജനും കാർബൺ ഡയോക്സൈഡ് ആയി, അതിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ Fe2O3 എന്ത് ചെയ്യുന്നു? കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടക്കുന്നു. എങ്ങനെ? Fe2O3 കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? Fe കിട്ടി, പ്ലസ് 3CO2 കിട്ടി. ഓക്കെ, 2Fe പ്ലസ് 3CO2. Fe2O3 കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടന്നിട്ട് നമുക്കിവിടെ എന്ത് കിട്ടി? Fe കിട്ടി. നോക്കുക, ഈ Fe2O3 റെഡ്യൂസ് ചെയ്തു, നിരോക്സീകരിച്ചു. ആരാ നിരോക്സീകരിച്ചത്? കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് നമ്മൾ നിരോക്സീകരിച്ചു. അതിനുവേണ്ടി നമ്മളിവിടെ കോക്ക് ആഡ് ചെയ്തു. ഇവിടെ ഈ റിയാക്ഷൻസ് വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻസ് ആണ്, അത് നമ്മളൊന്ന് പ്രത്യേകം പഠിക്കണം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇരുമ്പ് നമുക്ക് കിട്ടി. ഓക്കെ, റെഡിയല്ലേ? ഈ ഇരുമ്പ് നമുക്ക് കിട്ടി. ഇനിയോ ഇപ്പോൾ കഴിഞ്ഞോ? ഇല്ല. എങ്ങനെ കഴിയുക? ഇവിടെ നമുക്ക് വേറൊരാളുടെ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. ആരാണത്? നമ്മുടെ SiO2 അല്ലേ? ആ SiO2 ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈം സ്റ്റോൺ ഇവിടെ ആഡ് ചെയ്തത്. എന്താ ലൈം സ്റ്റോണിൻ്റെ പ്രത്യേകത? ലൈം സ്റ്റോൺ ചൂടായി കഴിഞ്ഞാൽ, കാൽസ്യം കാർബണേറ്റ് ചൂടായി കഴിഞ്ഞാൽ കാൽസ്യം ഓക്സൈഡും അതേപോലെ തന്നെ എന്തുണ്ടാവും? കാർബൺ ഡയോക്സൈഡുമായിട്ട് മാറും. കാൽസ്യം ഓക്സൈഡും അതേപോലെ എന്തുമായിട്ട് മാറും? കാർബൺ ഡയോക്സൈഡുമായിട്ട് മാറും. എന്ത് ചൂടാക്കി നമ്മൾ? കാൽസ്യം കാർബണേറ്റ്. കാരണം അവിടെ നല്ല ചൂടല്ലേ? ഈ കാൽസ്യം കാർബണേറ്റ് ചൂടായിട്ട് എന്തായിട്ട് മാറി? കാൽസ്യം ഓക്സൈഡായിട്ട് മാറി. ഈ കാൽസ്യം ഓക്സൈഡ്, ഇവിടെ കിട്ടിയ കാൽസ്യം ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ SiO2വുമായിട്ട് റിയാക്ഷൻ നടക്കുന്നു.
കാൽസ്യം ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? SiO2 റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? കാൽസ്യം സിലിക്കേറ്റ് കിട്ടുന്നു. CaSiO3 കാൽസ്യം സിലിക്കേറ്റ് കിട്ടി. നമുക്ക് എന്താ കിട്ടിയത്? കാൽസ്യം സിലിക്കേറ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് SiO2 എന്ന് പറയുന്നത് എന്താണ്? നമ്മളതിന് ഓൾറെഡി നമ്മൾ പേര് പറഞ്ഞു. SiO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാങ് ആണ്. അപ്പോൾ ഈ ഗ്യാങ്ങിനെ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. കോൺസെൻട്രേഷൻ്റെ സമയത്ത് റിമൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽസ്യം കാർബണേറ്റ് ആഡ് ചെയ്തു. കാൽസ്യം കാർബണേറ്റ് ആണോ ശരിക്കും ഉപയോഗിച്ചത്? അല്ല, കാൽസ്യം കാർബണേറ്റിൽ നിന്ന് കാൽസ്യം ഓക്സൈഡ്, ഈ കാൽസ്യം ഓക്സൈഡും ഗ്യാങ്ങും തമ്മിൽ എന്ത് ചെയ്തു? റിയാക്ഷൻ നടന്നു. അപ്പോൾ ഈ കാൽസ്യം ഓക്സൈഡിനെ, അതായത് ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച കാൽസ്യം ഓക്സൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ് എന്ന് പറയും. ഇത് രണ്ടും കൂടി റിയാക്ഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന സാധനത്തിന് നമ്മൾ സ്ലാഗ് എന്ന് പറയും. അതായത് ഫ്ലക്സ് പ്ലസ് ഗ്യാങ് ഗീവ്സ് സ്ലാഗ്. പരീക്ഷയ്ക്ക് ചോദിക്കും ഫ്ലക്സ് എന്താണെന്ന്. അപ്പോൾ ചില കുട്ടികൾ എഴുതി വെക്കും ഫ്ലെക്സ് റോഡിൻ്റെ സൈഡിലൊക്കെ കാണാം, അല്ലെ വലിയ വലിയ ഫ്ലക്സുകൾ കാണാം, പല ആളുകളുടെയും ഫോട്ടോ കാണാം. അതല്ല ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്ലക്സ്, നമ്മുടെ കെമിസ്ട്രിയിലെ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലക്സിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഫ്ലക്സ് എന്ന് പറയുന്നത്. ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന കെമിക്കലിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത്, ഏറ്റവും അടിഭാഗത്ത് നമുക്ക് എന്ത് കിട്ടി? നല്ല മോൾട്ടൻ ആയിട്ടുള്ള അയേൺ കിട്ടി. നമുക്ക് എന്ത് കിട്ടി? ഉരുകിയ അയേൺ നമുക്ക് ഇവിടെ കിട്ടി, താഴെ കിട്ടി, അല്ലേ? ഇതിൻ്റെ മുകളിലായിരിക്കും നമുക്ക് എന്ത് വരുന്നത്? നമുക്ക് സ്ലാഗ്. ഇതിൻ്റെ മുകളിൽ, ഇപ്പോൾ ഈ അയേണിൻ്റെ മുകളിൽ നമുക്ക് എന്ത് കിട്ടും? സ്ലാഗ് കിട്ടും. അയേണിൻ്റെ മുകളിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്ലാഗ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ലാഗ് കിട്ടി, അതിൻ്റെ താഴെ നമുക്ക് എന്ത് കിട്ടി? അയേൺ കിട്ടി. ഈ അയേൺ നമുക്ക് ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കളക്ട് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് സ്ലാഗിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഈ സ്ലാഗിനെ റിമൂവ് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? സ്ലാഗ് ലെസ് ഡെൻസിറ്റി കുറവാണ്. സ്ലാഗിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഡെൻസിറ്റി കുറവാണ് സ്ലാഗിന്. ഓക്കെ, സ്ലാഗിന് ലെസ് ഡെൻസ് ആണ്, അതായത് സാന്ദ്രത കുറവാണ്. ആർക്കെന്ന് പറയുന്നത്? സ്ലാഗിനെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യും? ഫ്ലോട്ട്സ് ഓവർ അയേൺ. അയേണിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. കാരണം എന്താണ്? സാന്ദ്രത കുറഞ്ഞ ആളുകൾ പൊങ്ങിക്കിടക്കും എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊന്ന് നോക്കാം. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഈ ഇക്വേഷൻസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടാണ്? പരീക്ഷയ്ക്ക് ചോദിക്കും. വൈ ഡു വി ആഡ് കാൽസ്യം കാർബണേറ്റ് ഇൻ ടു ദ ബ്ലാസ്റ്റ് ഫർണസിലോട്ട് എന്തിനാണ് നമ്മൾ കാൽസ്യം കാർബണേറ്റ് ആഡ് ചെയ്യുന്നത്? ലൈം സ്റ്റോൺ എന്തിനാണ്? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ലൈം സ്റ്റോൺ? എന്താണ് ലൈം സ്റ്റോണിൻ്റെ ഉപയോഗം? പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പം നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ പറയണം. എന്താ പറയേണ്ടത്? ഈ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ആൾ ചൂടാകുമ്പോൾ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. ഈ കാൽസ്യം ഓക്സൈഡ് ഉപയോഗിച്ച് നമുക്ക് എന്തിനെ റിമൂവ് ചെയ്യാൻ പറ്റും? ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ പറ്റും. കാരണം ഈ കാൽസ്യം ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? ഗ്യാങ്ങുമായിട്ട് റിയാക്ഷൻ നടന്നിട്ട് കാൽസ്യം സിലിക്കേറ്റ് ഉണ്ടാവും. അതെന്താണ്? ഡെൻസിറ്റി കുറഞ്ഞ ലെസ് ഡെൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് എന്ത് ചെയ്യും? ഈ ഇരുമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട്സ് ഓവർ ചെയ്യും. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴുകി നടക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ വേറെ കളക്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറയണം. ഓക്കെ, ഇതാണ് ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന കാര്യങ്ങൾ. വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ ഇങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പിൽ റിഡക്ഷൻ നടന്നു, നിരോക്സീകരണം നടന്നു, ഇരുമ്പുണ്ടായി. പിന്നെ വേറൊരു റിയാക്ഷൻ കൂടി നമ്മൾ പഠിച്ചു. ഗ്യാങ്ങിനെ ഒഴിവാക്കാനുള്ള ഒരു റിയാക്ഷൻ കൂടി നമ്മൾ പഠിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ ഗ്യാങ്ങും ഫ്ലക്സും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. എന്താണെന്നറിയോ? ഗ്യാങ് അസിഡിക് ആണെങ്കിൽ ഇപ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന SiO2 ഗ്യാങ് എന്ന് പറയുന്ന ഇയാൾ എന്താണ്? അസിഡിക് നാച്ചുറുള്ള ആളാണ്. ഗ്യാങ് അസിഡിക് ആണ് എങ്കിൽ, ഗ്യാങ് ആസിഡിൻ്റെ സ്വഭാവമുള്ള ആളാണെങ്കിൽ നമ്മുടെ ഫ്ലക്സ് നിർബന്ധമായിട്ടും എന്തായിരിക്കണം? ബേസിൻ്റെ സ്വഭാവമുള്ള ആളായിരിക്കണം. അതായത് ഫ്ലക്സ് ബേസിക് ആയിരിക്കണം. ഗ്യാങ് എന്താണെങ്കിൽ? അസിഡിക് ആണെങ്കിൽ. ഇനി ഗ്യാങ് ബേസിക് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഫ്ലക്സ് എന്തായിരിക്കണം? അസിഡിക് ആയിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഫ്ലക്സ് എന്ന് പറയുന്ന ഇയാള് മെറ്റലിന്റെ ഓക്സൈഡാ, കാൽസ്യം ഓക്സൈഡ് മെറ്റലിന്റെ ഓക്സൈഡാ. എല്ലാ മെറ്റൽ ഓക്സൈഡും എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. അത് നമ്മൾ പ്രത്യേകം ഒന്ന് ഓർത്തു വെക്കുക. മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നാച്ചർ. ജനറൽ ആയിട്ട് മെറ്റൽ ഓക്സൈഡ്സ് എന്തായിരിക്കും? ബേസിക് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഗ്യാങ് അസിഡിക്, അതുകൊണ്ട് ഫ്ലക്സ് എന്തായിട്ട് നമ്മൾ എടുത്തു?
ഫ്ലക്സ് നമ്മൾ എന്തായിട്ട് എടുത്തു, ബേസിക് ആയിട്ട് എടുത്തു. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും നമ്മുടെ മോൾട്ടൺ ആയിട്ടുള്ള അയേൺ നമുക്ക് കിട്ടി അല്ലെ. ഈ അയേണില് അറൗണ്ട് ഇപ്പൊ കിട്ടിയ അയേണില് അറൗണ്ട് 4% എന്തുണ്ടായിരിക്കും, കാർബൺ ഉണ്ടായിരിക്കും. 4% കാർബൺ ഉണ്ടാവും. പിന്നെ മറ്റുള്ള ചില എലമെന്റ്സുകൾ ഉണ്ടാവും, മാംഗനീസ് പോലെ, സിലിക്കൺ പോലെ, ഫോസ്ഫറസ് പോലെ, മാംഗനീസ് പോലെ, സിലിക്കൺ പോലെ, ഫോസ്ഫറസ് പോലെയുള്ള മറ്റുള്ള ചില എലമെന്റ്സ് ഒക്കെ ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഇതിന്റെ കൂടെ ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ മോൾട്ടൺ ആയിട്ടുള്ള അയേണിന്റെ കൂടെ കുറച്ച് എന്തുണ്ടാവും, 4% എന്തുണ്ടായിരിക്കും, കാർബൺ, മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ് ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനെ ഇപ്പൊ ഇവിടുന്ന് കിട്ടിയ ഈ അയേൺ ഉണ്ടല്ലോ, ഈ മോൾട്ടൺ അയേൺ, ഈ അയേണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പേര്, പിഗ് അയേൺ എന്ന് പറയും. എന്ത് പേരാ പറയുന്നത്, പിഗ് അയേൺ. അതിനെ മലയാളം ആക്കണ്ട, അതിനെ മലയാളാക്കിയ ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, പിഗ് അയേൺ എന്നാണ്. ഇപ്പൊ കിട്ടിയ അയേണിന് നമ്മൾ എന്ത് പറയുന്നത്, പേര് പറയുന്നത്, മലയാളത്തിലും നമ്മൾ എന്ത് പേരേ പറയുള്ളൂ, പിഗ് അയേൺ എന്നേ പറയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽസിനെ കുറിച്ചാണ്, അലോയ് സ്റ്റീൽസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഈ ഭാഗം ഒന്ന് കൃത്യമായിട്ട് ഈ ഇക്വേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഈ ഇക്വേഷൻ. ഓക്കെ, അതേപോലെ ഇവിടെ നമ്മുടെ ഗ്യാങ് ഫ്ലക്സിന്റെ കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന ഇക്വേഷൻ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഇവിടെ ബ്ലാസ്റ്റ് ഫർണസിലോട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ ബോർഡ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ ഭാഗം ഒന്ന് കൃത്യമായിട്ട് ഉണ്ടാകുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അലോയ്സ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നോക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അലോയ് സ്റ്റീൽസ്, വിവിധ തരം അലോയ് സ്റ്റീലുകൾ. നമുക്ക് പഠിക്കാനുള്ളത് 3 സ്റ്റീലുകൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അൽനിക്കോ, നിക്രോം. നമ്മൾ മനസ്സിലാക്കണം ഈ 3 സ്റ്റീലുകളെ കുറിച്ച്, അതിന്റെ കണ്ടന്റ് നമുക്ക് പഠിക്കാനുള്ള ഇതിലെ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റുകൾ ഏതൊക്കെയാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള എലമെന്റുകൾ ഏതൊക്കെയാണ്. ഓക്കെ, പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്, അത് എങ്ങനെയാണ്, ഹാർഡാണോ അതോ മാഗ്നറ്റിക് ആണോ, അല്ല ഇനി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണോ, നല്ല റെസിസ്റ്റൻസ് ഉള്ളതാണോ, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ പിന്നെ ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ, ഈ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. പരീക്ഷയ്ക്ക് ഈ ഭാഗം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 3 സ്റ്റീലുകൾ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടന്റ് എന്നുള്ളതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒന്ന് അയേൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്, നിക്കലുണ്ട്, കാർബൺ ഉണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്, അയേൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്, നിക്കലുണ്ട്, കാർബൺ ഉണ്ട്. ഓക്കെ, അയേണ്, ഇരുമ്പ്, ക്രോമിയം, നിക്കല്, കാർബൺ, ഇത്രയും സാധനങ്ങളാണ് എന്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കണ്ടന്റ് എന്ന് പറയും. ഇനി അതിന്റെ പ്രോപ്പർട്ടി, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രോപ്പർട്ടി നമുക്കറിയാം, ഹാർഡാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ അല്ലെ. ഇത് എന്തുണ്ടാക്കാനോ ഉപയോഗിക്കുന്നത്, യുട്ടൻസിൽസ് ഉണ്ടാക്കാനോ വേണ്ടിയിട്ട്, യുട്ടൻസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. വാഹനങ്ങളിലെ പാർട്സ് ഓഫ് വെഹിക്കിൾ, വാഹനങ്ങളുടെ ഭാഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഉപയോഗം എന്തൊക്കെയാണ്, ഒന്ന് പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വാഹനങ്ങളുടെ ഭാഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, പാർട്സ് ഓഫ് വെഹിക്കിൾസ്, വാഹനങ്ങളുടെ ഭാഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ്, ഈ ഒരു സ്റ്റീലാണ് ഇതെന്ന് പറയുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മളെല്ലാവരും കണ്ടുവച്ചിട്ടുള്ള. പക്ഷേ ഈ സംഭവങ്ങൾ ഏതൊക്കെയാണ്, അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ. അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ, ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, ഇനി രണ്ടാമത്തത് അൽനിക്കോ. വളരെ സിമ്പിൾ ആണ്. അതിന് കണ്ടന്റ് നമുക്ക് അൽനിക്കോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അൽനിക്കോ, അൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അലുമിനിയം. അൽനിക്കോയുടെ എന്താ, അലുമിനിയം. പിന്നെ നിക്കൽ. ഓക്കെ, അൽനിക്കോ. ഇനി കോ ഏതാണ്, കൊബാൾട്ട്. പിന്നെ ചുക്കില്ലാത്ത കഷായം ഇല്ല എന്ന് പറഞ്ഞ പോലെ എല്ലാറ്റിലും ഉള്ള സാധനമാണ് ഏതെന്ന് പറയുന്നത്. മിക്കതിലും എന്തുണ്ടായിരിക്കും, അയേൺ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ എന്താണ്, ഇതിന്റെ പ്രോപ്പർട്ടി എന്താണ്, ഇത് മാഗ്നറ്റിക് നേച്ചർ ഉള്ളതാണ്. ഇതെന്താണ്, മാഗ്നറ്റിക് നേച്ചർ ഉള്ള ഒരാളാണ് ഇയാൾ എന്ന് പറയുന്നത്. ഇതിനെന്തുണ്ട്, മാഗ്നറ്റിക് നേച്ചർ ഉണ്ട്. ഓക്കെ, മാഗ്നറ്റിക് നേച്ചർ. ഇനിയോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ പെർമനന്റ് മാഗ്നറ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പെർമനന്റ് സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, അൽനിക്കോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആൾ, മൂന്നാമത്തെ ആള് നിക്രോം. നിക്കൽ.
നിക്രോമിന്റെ നീ എന്താണ്? നിക്കൽ. പിന്നെ ക്രോ എന്തായിരിക്കും? ക്രോമിയം. നിക്കൽ, ക്രോമിയം. പിന്നെ രണ്ടാളുകൾ കൂടിയുണ്ട്, എന്താണ്? കാർബണും ഇരുമ്പും. അയേണും, കാർബണും അയേണും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഹൈ റെസിസ്റ്റൻസ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഇതിന് ഭയങ്കര റെസിസ്റ്റൻസ് ഉള്ള സാധനം. ഇത് നമ്മൾ എവിടെയൊക്കെയാ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഹൈ റെസിസ്റ്റൻസ് ഉള്ള നിക്രോം എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ഫിസിക്സിന്റെ 1ാമത്തെ പാഠത്തിൽ ഈ ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിക്രോം അല്ലേ? അയൺ ബോക്സിൻ്റെ ഒക്കെ കോയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഉപകരണങ്ങൾ, ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് എന്തെന്ന് പറയുന്നത്? നിക്രോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭാഗം കൃത്യമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ഈ ഭാഗം ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് ചോദിക്കാറുള്ളത്? ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതിന്റെ കണ്ടന്റ് ഒരു പക്ഷേ ചോദിക്കും, ഡാഷ് ഇട്ടിട്ട് തരും നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ പറയണം അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ. ഓക്കെ, നിക്കോ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ, നിക്രോം, നിക്കൽ, ക്രോമിയം, കാർബൺ, അയൺ. ഓക്കെ, ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാർഡാണ്. പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വാഹന ഭാഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അൽനിക്കോ മാഗ്നറ്റിക് നാച്ചറാണുള്ളത്. പെർമനന്റ് മാഗ്നറ്റ്, സ്ഥിര കാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നിക്രോം നമ്മൾ ഫിസിക്സിലോട്ട് പോവുക, ഹീറ്റിംഗ് കോയിൽ അല്ലേ, നല്ല ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചാർട്ട് ഇത് നമ്മൾ പ്രത്യേകം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ ഭാഗം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇവിടുന്ന് പരീക്ഷയ്ക്ക് 1 മാർക്കിന്റെ ചോദ്യം നിർബന്ധമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി ശ്രദ്ധിക്കാം, ഇവിടെ നോക്കുക, ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിലും നിക്രോമിലും നോക്കുക, അയേണ് അല്ലേ, ക്രോമിയം, നിക്കൽ, കാർബൺ, കണ്ടന്റ് ഒരേ സാധനമാണ്. രണ്ടിനും ഒരേ എലമെന്റ്സ് ആണുള്ളത് അല്ലേ, പക്ഷേ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണല്ലോ. ഇത് ഹൈ റെസിസ്റ്റൻസ് ആണ്, ഇത് ഹാർഡാണ്. അപ്പൊ എന്താണ് അതിന്റെ കാര്യം? നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽസ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയൊക്കെയാ? ഒന്ന്, ഇതിന്റെ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള മൂലകങ്ങൾ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെയിൻലെസ് സ്റ്റീല്, അതേപോലെ നിക്രോം, അൽനിക്കോ, ഇങ്ങനെ ഒരുപാട് അലോയ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അലോയ് സ്റ്റീലുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്താണ്? ബൈ ചേഞ്ചിങ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്. രണ്ടാമത്തെ കാര്യമോ, ബൈ ചേഞ്ചിങ് ദർ പ്രൊപ്പോർഷൻസ്. അതിന്റെ ഇവിടെ ഉള്ള അയേണിന്റെ പ്രൊപ്പോർഷനും, ക്രോമിയത്തിന്റെ പ്രൊപ്പോർഷനും, നിക്കലിന്റെ പ്രൊപ്പോർഷനും, കാർബണിന്റെ അതിന്റെ ആ ഒരു റേഷ്യോവും അല്ല എന്തിലുണ്ടാവുക? നിക്രോമിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ എന്താണ്? വ്യത്യാസമാണ്. അപ്പം 2 രീതിയിൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? അലോയ് സ്റ്റീലുകൾ ഉണ്ടാക്കാൻ പറ്റും. എന്നെങ്ങനെയൊക്കെയാണത്? ഒന്ന്, ബൈ ചേഞ്ചിങ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്, and the second one by varying the proportions. അതിൻ്റെ പ്രൊപ്പോർഷൻ മാറ്റിയിട്ടോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റുകൾ മാറ്റിയിട്ടോ നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റും? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലോയ്സ് ഉണ്ടാക്കാൻ പറ്റും. ഈ അലോയിയുടെ ഈ ഭാഗം വളരെ കൃത്യമായിട്ട് ഈ കണ്ടന്റ് എന്തൊക്കെയാണ്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്, അതിൻ്റെ പ്രോപ്പർട്ടി, എന്തൊക്കെയാണ് ഉപയോഗം, ഇത് കൃത്യമായിട്ട് മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. ഇന്ന് തന്നെ ഒരു ചാർട്ടിൽ എഴുതിയിട്ട് വീട്ടിൻ്റെ ചുമരിയിൽ കിടക്കുന്നിടത്ത് ഇതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. ഒരു 4 ദിവസം അവിടെ കിടന്നോട്ടെ. നമുക്ക് എന്ത് ചെയ്യും? എപ്പോഴും നമ്മുടെ മനസ്സിൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, റീകോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ ഈ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഭാഗം നമുക്ക് വളരെ ചെറിയ ഭാഗം കൂടിയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അലുമിനിയത്തിൻ്റെ അതിൻ്റെ പ്രിപ്പറേഷൻ കൂടിയാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇവിടെ ഓരോ എപ്പിസോഡിലും അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും കൂടി ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും പലതവണ പല ആവർത്തി കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.